ശുക്രൻ തൂക്കി പടം നല്ല ത്രില്ലിംഗ് ആണ് പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുടുംബസമേതം വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി എന്റർടൈൻമെന്റ് ആൻഡ് ത്രില്ലർ ജോണറിൽപ്പെട്ട ഒരു പടമാണ്. അടിപൊളി ഹ്യൂമർ ത്രില്ലർ മനോഹരമാണ്, സൂപ്പർ, ഒന്നും പറയാനില്ല. പടം കേട്ടോ, നല്ല പടം കേട്ടോ. കുറേ നാളിന് ശേഷമാണ് ഒന്ന് ചിരിച്ചതും ഒരു നല്ലൊരു ക്ലൈമാക്സും നല്ല എൻഡിങ് ആയിരുന്നു. അടിപൊളി പടമായിരുന്നു കേട്ടോ, നല്ല പടം. പടം നന്നായിട്ടുണ്ട്. നല്ലൊരു ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു തലം പറയുന്നുണ്ട്. ഫാമിലിക്കും നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ, യൂത്ത് നന്നായി ഹ്യൂമറൊക്കെ ഔട്ടായിട്ട് ഗുഡ് കോമഡി പടം നല്ല രീതിയിലാണ് നമ്മൾ കാണാൻ വന്നത്. പക്ഷേ ഇതൊരു കോമഡി പടം മാത്രമല്ല, ത്രില്ല്, ട്വിസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. ആക്ടേഴ്സ് തൊട്ട് ഡയറക്ടേഴ്സ് വരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം, നല്ല പടം, നല്ല ഫീൽ ഗുഡ് പടം. നല്ല പടമാണ്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പടം കൊള്ളാം. പടം നല്ല പടമായിരുന്നു. നല്ലൊരു നീറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ പടമാണ്. നല്ല രീതിയിൽ നല്ല പിള്ളേരും നല്ല രീതി ചെയ്തിട്ടുണ്ട്. എല്ലാ പിള്ളേരും നല്ല, പിന്നെ ബിപിൻ ജോർജിന്റെ പെർഫോമൻസ് നല്ല രസമായിട്ടുണ്ട്. നമ്മുടെ പടമായതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ജഡ്ജ്മെന്റ് എങ്ങനെ പറയണം എന്നുള്ളത് അവര് പറയണം, കാണുന്നവര് പറയട്ടെ. അവര് നല്ല ഹാപ്പിയാ, അവരാ പറയട്ടെ. നമ്മുടെ പടം അവര് പറയണം. പടം അടിപൊളി, സൂപ്പർ, കണ്ടിരിക്കാം, നല്ല അടിപൊളി പടം. ഡയറക്ടറാണ് സ്കിൽ ജോർജൻ. എല്ലാവർക്കും പാട്ടുകളും അതുപോലെ തന്നെ ഇതിനകത്തെ എല്ലാ സീൻസുകളും ഒക്കെ നന്നായിട്ട് വന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പാട്ടുകളാണേലും 1 മില്യന് മുകളിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഒരുപാട് സന്തോഷം. താങ്ക് യു. നല്ല എൻജോയ് ചെയ്ത പടമായിരുന്നു. എല്ലാവരും കാണണം, എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കാണാൻ പറ്റും. ഫാമിലി ആയാലും എന്ത് ടൈപ്പ് ഓഡിയൻസിനെ കാണാൻ ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നല്ല പടം, അടിപൊളി അടിപൊളി ഗംഭീരപടം. ഭയങ്കര സന്തോഷമായി. കാരണം ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും ചേർന്ന് ഞാൻ ആദ്യമായിട്ടാണ് അവരിങ്ങനെ കൊണ്ടുവന്നത് എൻ്റെ ഒരു വർക്കില്. ഭയങ്കര സന്തോഷം, എന്താ പറയണ്ടെന്ന് അറിയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. ഫാമിലി ഓറിയന്റഡ് ആണ്. ഇമോഷൻസ് എല്ലാം ഉണ്ട്, സസ്പെൻസ് ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഒരു ചെറിയ റോൾ ആണെങ്കിലും എല്ലാവർക്കും പ്രസൻസ് ഉണ്ട്, നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ബിപിൻ ജോർജ് ഇതുവരെ ചെയ്യാത്തൊരു ബിപിൻ അയ്യോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ ഒരു തിരിച്ചുവരവാവട്ടെ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്ത എല്ലാ ആൾക്കാരും, എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല, അവർക്ക് ചെറിയ റോളാണെങ്കിൽ, ആർക്ക് കൊടുത്തിട്ട് ചെറിയ റോളാണെങ്കിലും അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടമാണ്. അടുത്ത കാലത്തെങ്കിൽ ഇതുപോലൊരു കുടുംബചിത്രം കണ്ടിട്ടില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക. നല്ലൊരു പിക്ചർ, നല്ലൊരു പിക്ചർ, നല്ല ഉഗ്രം, നല്ല കലക്കി, എല്ലാവരും കലക്കി. ഒരു ഫാമിലി ഫുൾ എന്റർടൈൻമെന്റ് പടമാണ്. പിന്നെ ചിരിക്കാനും ഇമോഷണൽ എല്ലാം ഉണ്ട്. നല്ലൊരു കണ്ടന്റുള്ള എല്ലാവരും അടിപൊളിയായിട്ടുള്ള ഒരു ഇതാണ്. എല്ലാവരും പോയി കാണുക. ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. എല്ലാവരും പോയി കാണുക. പടം സൂപ്പറായിരുന്നു. ബിബിൻ അങ്കിൾക്ക് ശുക്രൻ ഉദിച്ചു, നായിക ചേച്ചിയായാലും എല്ലാവരും സൂപ്പറായിരുന്നു. ഞാൻ ബിബിൻ അങ്കിളുടെ അനിയത്തി പാവച്ചിയായിട്ട് അഭിനയിച്ചതാണ്. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ശുക്രൻ പടം വളരെ മനോഹരമായിരുന്നു, നന്നായിരുന്നു. അതിനകത്ത് ആവശ്യത്തിന് കുട്ടികൾക്കുള്ള ചെറിയ കോമഡികളുണ്ട്. കുട്ടികളെ വെച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ ഏറ്റവും മനോഹരമാണ്. അവസാനം പറഞ്ഞു വെക്കുമ്പോഴത്തേക്കിന് ഇന്നത്തെ വിപത്ത്, അതായത് മയക്കുമരുന്നിൻ്റെ കാര്യത്തേക്ക് കൊണ്ടിരുന്നുണ്ട് എന്നാൽ ഓവറായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ബിപിൻ ജോർജ്, ഷൈൻ ടോൺ ചാക്കോ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഉബൈദിൻ്റെ ഡയറക്ഷൻ ഏറ്റവും, കാരണം ഒട്ടും വലിച്ചിട്ടില്ല, 1 മിനിറ്റ് പോലും നമ്മളെ ബോറടിപ്പിച്ചില്ല. അതിൻ്റെ പിൻബലം എന്ന് പറയുന്നത് രാഹുൽ കല്യാണിൻ്റെ കഥ. ആ കഥ വളരെ മനോഹരമായിട്ട് ഇന്ന് ഒരു പക്ഷേ എങ്കിൽ ഈ കഥ കൊണ്ടുവന്ന് ഫ്ലോപ്പായി പോകാം. പക്ഷെ ഫ്ലോപ്പായി പോകാതെ ആദ്യം മുതൽ അവസാനം വരെ മനുഷ്യരെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ഒരു എൻ്റർടൈനർ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. അതിനിടയ്ക്ക് അന്വേഷണവും അത്യാവശ്യം ചില സസ്പെൻസും ഒക്കെ ചേർന്ന് വന്നപ്പോഴത്തേക്കും ഏറ്റവും മനോഹരമായി, ബോറടിപ്പിക്കില്ല. എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാവുന്ന ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു ചിത്രം എന്ന് നമുക്കതിനെ പറയാം. നല്ല അഭിപ്രായമാണ് ആണടാ. ഫാമിലിക്ക് ഭയങ്കരമായിട്ട് വർക്കായെന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കോമ്പൗണ്ട് ചന്തമായിട്ടുള്ള അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സന്തോഷം. പിന്നെ ഫൈറ്റ് അസീസിക ഞെട്ടിക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞ ആൾക്കാർ നേരിട്ട് വന്ന് പറയുമ്പോൾ എങ്ങനെ? ഇതിൽ സത്യം പറയട്ടെ, ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഈ കേൾക്കണത് സത്യത്തിൽ റിയാലിറ്റി ആണോ ഇതാണോ എന്നുള്ളത് സത്യത്തിൽ ഒരു എപ്പോഴും എനിക്ക് പിടുത്തം കിട്ടാറില്ല.
ഇന്ന് പക്ഷേ സാധാരണ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ജെനുവിനായിട്ട് ആളുകൾ അറിയിക്കുമായിരിക്കും. എന്തായാലും തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് വർക്കായി പടം. ഇനി എന്തായാലും ഫാമിലി കൺഫേം ആയിട്ട് ഇഷ്ടപ്പെടും. കാരണം ഉണ്ടല്ലോ, സെന്റിമെന്റ്സ് കറക്റ്റായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്, ഫൈറ്റ് വർക്കൗട്ട് ആയിട്ടുണ്ട്, ത്രില്ലർ വർക്കൗട്ട് ആയിട്ടുണ്ട്, റൊമാൻസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. മെയിനായിട്ട് നീ പറഞ്ഞ പോലെ ചന്തുവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വർക്കായി. അത് ഭയങ്കര രസമുണ്ട്. ചന്തു അസലായിട്ടുണ്ട് അല്ലേ? കോമഡിയും കുറച്ചുണ്ടല്ലോ തുടക്കത്തിലല്ലേ? തുടക്കത്തിൽ കുറച്ച് കോമഡി ഉണ്ട്. സിസ്കടൊക്കെ വർക്കായി. ശരിയാ. ഇനി പ്രേക്ഷകരാണ് ഏറ്റെടുക്കേണ്ടത്. ഫാമിലി കയറണം. ഫാമിലി നന്നായിട്ട് വന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഹിറ്റാവും കൺഫേം ആണ്. എന്നും കൂടെ നിർത്തിയ ഒരു ടീമെന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളാണ്, പ്രേക്ഷകര്. അതെ, ഈ പടം ജനങ്ങളെ ഏറ്റെടുക്കുന്ന പ്രതീക്ഷ ഉണ്ട്. ഞാനൊന്നും പറഞ്ഞില്ലേ, ബോംബെ മാർഗളിക്ക് ശേഷം ഇത്തിരി പണിയെടുത്ത വേറൊരു ടൈപ്പ് പടമല്ലേ അതുണ്ട്, കാണാനുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് ഹാഫിലൊക്കെ എനിക്ക് എങ്ങനെ വരുമെന്ന് എനിക്ക് പേടിയായിരുന്നു. കുറച്ച് ആൽക്കഹോളിക്കൊക്കെ ഉള്ള, അപ്പം നമ്മളെ പിടിക്കപ്പെടും പെട്ടെന്ന്. ഇത് അഭിനയമൊക്കെ പെട്ടെന്ന് ഓവറാവാനും ഒക്കെ സാധ്യതയുള്ള പരിപാടിയായിരുന്നു. പക്ഷെ രക്ഷപ്പെട്ടു പോകുന്നു. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.